നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഡാനാങ് സിറ്റിയിലുള്ള ഹോ ആനിങ്ങിലുള്ള ബന ഹിൽസിലാണ്. മൗണ്ട് ബന. ഇവിടെ അതിമനോഹരമായ കാഴ്ചകളുണ്ട്. ആരെയും അതിശയിപ്പിക്കുന്നതും പ്രകൃതി രമണീയവും മനോഹാരിത നിറഞ്ഞതും മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതുമായ വളരെയധികം കാഴ്ചകൾ. എല്ലാവരെയും ഈ കാഴ്ചയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പ്രധാനമായും ഇവിടെയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ബ്രിഡ്ജാണ്. ഈ കുന്നിൻ്റെയും ചുറ്റുപാടുമുള്ള സിറ്റിയുടെയും കാടിൻ്റെയും ഒക്കെ മനോഹര ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു നല്ലൊരു ബ്രിഡ്ജ്. സമുദ്രനിരപ്പിൽ നിന്നും 1414 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിഡ്ജും അതിനും മേളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്രഞ്ച് വില്ലേജും അതിൻ്റെ അതിമനോഹര കാഴ്ചകളുമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഡാനാങ് സിറ്റിയിൽ നിന്ന് 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ബന ഹിൽസിലേക്ക്. അതിന് ഡാനാങ് സിറ്റിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഉള്ളെങ്കിൽ ബൈക്ക് ടാക്സിയിൽ വരാം. 1,40,000 മുതൽ 2,60,000 വരെ ഒരാൾക്ക് ബൈക്ക് ടാക്സിക്ക് ആകുകയുള്ളൂ. ഇനി അതല്ല കൂടുതൽ പേരുണ്ടെങ്കിൽ ടാക്സിയിൽ വരാം. അതിനാണെങ്കിൽ 3,50,000 മുതൽ 4,50,000 വരെ അതിനാകുകയുള്ളൂ. ഈ 4 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ വിയറ്റ്നാം ഡോങ് ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ രൂപ അതൊന്നും വരില്ല. ആ ഇന്ത്യൻ രൂപയുടെ ഇത് തട്ടിച്ച് നോക്കി നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നേരെ എൻട്രൻസ് നേരെ കയറി പോകാം. അതുകൂടാതെ സൈഡ് വശവും കൂടെ കയറി പോയപ്പോൾ ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് സൈഡ് വശത്തൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ഈ നേരെ കാണുന്ന ആ ഹിൽസിലാണ് ഈ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അത്ഭുത കാഴ്ചകളെല്ലാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ മുമ്പിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങി ഈ കോറിഡോർ വഴിയാണ് മുന്നിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു ആൾക്ക് 10 ലക്ഷം വിയറ്റ്നാമീസ് ഡോങ് ആണ്. ഏകദേശം 3,300 ഇന്ത്യൻ രൂപയോളം വരും. കുട്ടികൾക്കാണെങ്കിൽ 8 ലക്ഷം വിയറ്റ്നാമീസ് ഡോങ് ആണ് ഒരു കുട്ടിക്ക്. കൂടാതെ ലഞ്ച് ബഫറ്റുള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് വില്ലേജിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റുകൾ, കൂടാതെ ചൈനീസ് റെസ്റ്റോറൻറ്റ്, തായ്ലൻഡ് റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് റെസ്റ്റോറൻറ്റ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവിടെ ഇന്ത്യൻ ലഞ്ച് ബഫറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റാണ് കിട്ടുന്നത്. അപ്പോൾ അത് വലിയ ഈ കാഴ്ചകളുടെ ഇതും ചോദിച്ചാൽ അത് വലിയ കൂടുതലൊന്നുമല്ല. പിന്നെ ഇവിടുത്തെ സീസൺ അനുസരിച്ച് ടിക്കറ്റ് റേറ്റിൽ വ്യത്യാസം വരാറുണ്ട്. പിന്നെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇടയ്ക്ക് ഒരുപാട് കഫേകളുണ്ട്, സുവനീർ ഷോപ്പുകളുണ്ട്, ഒരുപാട് കടകളുണ്ട്. ഈ ലാൻഡ് എൻട്രൻസ് ഒക്കെ കൊണ്ടിങ്ങനെ മനോഹരമായ തറയിലും ഇങ്ങനെ ടൈൽസ് പതിച്ച നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെയാണ്, മടുപ്പില്ലാതെയാണ്, നമ്മൾ ദൂരം അറിയത്തില്ല. അതുപോലെ കൺകുളിർക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്ങോട്ട് നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകളാണുള്ളത്. മുകളിലേക്ക് നോക്കിയാലോ അവിടെ മൊത്തം പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. കെട്ടിടങ്ങൾ ഒരു തെരുവിലൂടെ നമ്മൾ നടക്കുന്നത് പോലെ തോന്നും മുകളിലേക്ക് നോക്കിയാൽ പോലും. അത്രയ്ക്ക് അതിമനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ആ വഴി പോലും നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. ഇടത്ത് വശത്തോട്ട് നോക്കിയാലും വലത്ത് വശത്തോട്ട് നോക്കിയാലും കടകളാണ് കാണാനുള്ളത്. പിന്നെ പുറത്തേക്ക് നോക്കുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ പഴയ ഇതേപോലെ കോറിഡോർസ്, പണ്ട് കെട്ടിയ കോറിഡോർസ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് ഒഴിഞ്ഞു കിടക്കുവാണ്. അതിൻ്റെ ഭംഗി തന്നെ, ആ തൂണുകളുടെ ഭംഗി തന്നെ നമ്മളെ അതിശയപ്പെടുത്തും. ഇത് ഇപ്പോൾ ഈ കോറിഡോർസ് പോലെ അങ്ങ് നീണ്ടു പോകുന്നുണ്ട്. അതിപ്പോൾ ഒഴിവാക്കി ഇതുവഴിയാണ് ഇപ്പോൾ ആളുകളെ കയറ്റി വിടുന്നതെന്ന് തോന്നുന്നു. പണ്ട് കാലത്ത് പോയിക്കൊണ്ടിരുന്ന കോറിഡോർസാണിത്. അതുകൂടാതെ ഈ ലാൻഡേൺസ് കണ്ടോ, ഈ പല നിറത്തിലുള്ള ലാൻഡേൺസുകൾ ഇങ്ങനെ ഭംഗിയായിട്ട് നിരയായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. കൂടാതെ മത്സ്യക്കുളം, അതിനകത്ത് ഇഷ്ടം പോലെ പല നിറങ്ങളിലുള്ള മത്സ്യങ്ങൾ നീന്തി തുളിക്കുന്നതും കണ്ട് ഇങ്ങനെ പോകാൻ നല്ല ഭംഗിയാണ്.
ഈ ഹോയാൻ എന്ന് പറയുന്ന ഇവിടെ നിന്നാണ് ഞങ്ങൾ കേബിൾ കാർ കയറി പോകാൻ പോകുന്നത്. ഈ കേബിൾ കാറിൻ്റെ ഫീസും നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതെല്ലാം കൂടെ അടക്കമാണ് ഈ പൈസ വാങ്ങുന്നത്. കേബിൾ കാറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് 12 സ്റ്റേഷനുകൾ ഈ കോംപ്ലക്സിൽ ഒട്ടാകെയുണ്ട്. 12 സ്റ്റേഷനുകളിൽ നിന്ന് 6 ലൈനായിട്ടാണ് മുകളിലേക്ക് ഈ കേബിൾ കാർസ്, അതായത് റോപ്പ് വേ എന്നും പറയും, ഗൊണ്ടോള എന്നും പറയാറുണ്ട് ഇത് പോകുന്നത്. അപ്പോൾ അതിലൊരു ലൈനിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഇതേപോലെ 12 സ്റ്റേഷനുകൾ, 6 ലൈനുകളായി 12 സ്റ്റേഷനുകളുണ്ട് ഈ കോംപ്ലക്സിൽ ഒട്ടാകെ. ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത് വളരെ ബൃഹത്തായൊരു കെട്ടിടമാണ് കേട്ടോ. ഒരു സൈഡിൽ കൂടെ മാത്രമല്ല, 12 സൈഡിൽ കൂടെയാണ് ഈ കേബിൾ കാറുകൾ വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, പല നാടുകളിൽ നിന്നും പല രാജ്യക്കാർ, പല ഭാഷക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് ഒരു 20-25 മിനിറ്റോളം എടുക്കും മുകളിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഹോയാൻ സ്റ്റേഷൻ എന്നാണ് ഞങ്ങൾ കയറുന്ന കേബിൾ കാർ സ്റ്റേഷൻ്റെ പേര്. ഇവിടെ നിന്ന് ഒരു 8 മണി തൊട്ട് രാത്രി 10 മണി വരെ ഈ കേബിൾ കാർ സർവീസ് ഉണ്ടാകും. ഇപ്പോൾ വരുന്ന സമയം അനുസരിച്ച് നമുക്ക് മുകളിലോട്ട് കയറി പോകുന്നതാണ്. 8 മണി തൊട്ട് വന്നു തുടങ്ങിയാൽ വലിയ തിരക്കില്ലാതെ പോകാനൊക്കെ ചിലപ്പോൾ പറയാനൊക്കത്തില്ല. ചില സമയങ്ങളിൽ ആ സമയത്ത് റഷ് കൂടാറുണ്ട്. എങ്കിൽ 8 മണി തൊട്ട് ഇവിടെ തുടങ്ങും. ഒരേ സമയം 8 പേർ മുതൽ 10 പേര് വരെ, കുട്ടികളടക്കം 10 പേര് വരെ ഒരു കേബിൾ കാർ സുരക്ഷിതമായിട്ട് പോകാവുന്നതാണ്. ഇത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള റോപ്പ് വേ സിസ്റ്റമാണ് കേട്ടോ ലോകത്തൊട്ടാകെയുള്ളതിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ സിസ്റ്റവും ഇത് തന്നെ ആയിരിക്കും. 20 മിനിറ്റോളം ഇതിനകത്തിരിക്കണം ഇതിന് മുകളിലേക്ക് ചെല്ലാനായിട്ട്. ഇതിന് മുകളിൽ താമസ സൗകര്യത്തിനുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ താമസിക്കണമെങ്കിൽ അത് താമസ സൗകര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഏകദേശം 5000 അടി ഉയരത്തിലാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജും ഫ്രഞ്ച് വില്ലേജും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. 20-25 മിനിറ്റോളം ഇതിനകത്ത് നിൽക്കുമ്പോൾ കാണാം അപ്പുറത്തും ഇപ്പുറത്തും വേറെ ഇതും പോകുന്നത്. നമ്മൾ പോകുന്ന 2 ലൈൻ ഒഴികെ അപ്പുറത്ത് ഇടതുവശത്തും വലതുവശത്തുമായി 2 വീതം ലൈനുകളുണ്ട്. 6 ലൈനുകളാണ് ഇതിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്ക് ഇതിലൂടെ കാണാം. കൂടാതെ ചുറ്റുപാടുള്ള കാടുകൾ, ആ കുന്നിലേക്കുള്ള ചരിവ്, അപ്പുറത്തുള്ള കുന്നുകൾ, ആ കുന്നും ചരിവുകളെല്ലാം നല്ല മനോഹരമായിട്ട് കാണാം. ഡനാങ് സിറ്റി വരെ ഒരു 2000 അടി മേളിൽ കയറി കഴിയുമ്പോഴേക്ക് ഡനാങ് സിറ്റി നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും ഇതിനകത്ത്. ഏകദേശം പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോൾഡൻ ബ്രിഡ്ജൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സ്റ്റേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ സ്റ്റേഷനിൽ നിന്ന് കയറി ഇറങ്ങുമ്പോഴേ കാണുന്ന കാഴ്ചയാണിത്. ഗോൾഡൻ ബ്രിഡ്ജ് അതിമനോഹരമായ കാഴ്ചയാണിത്. എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് മടുക്കത്തില്ല, അത്രയ്ക്ക് സുന്ദരമായ കാഴ്ച. ഇനി ആ ബ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. ഇത് ബ്രിഡ്ജിൻ്റെ ഓപ്പണിംഗ് സൈഡാണ്. ഒരു സൈഡിൽ നിന്ന് ഏത് സൈഡിൽ കൂടെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഇതിലൂടെയുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കി. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, സമുദ്രനിരപ്പിൽ നിന്ന് 1414 മീറ്റർ ഉയരത്തിലാണ് ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. കോൺക്രീറ്റ് ചെയ്ത 2 കൈകളിൽ ഇരുമ്പ് കൈവരി കൊണ്ടുള്ള കോൺക്രീറ്റ് ചെയ്ത ഒരു പാലം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മരത്തിൻ്റെ തടികൾ പാകിയ നല്ല ഭംഗിയുള്ളൊരു പാലമാണിത്. ഇതിനകത്തു നിന്നുള്ള കാഴ്ചകൾ അതിസുന്ദരമാണ്. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ചെറിയ വെയിലുള്ള നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് അങ്ങ് ദൂരെ വരെയുള്ള കാഴ്ചകൾ ഇതിനകത്ത് നിന്ന് കാണാം. നല്ല തെളിഞ്ഞ ആകാശമാണ് മേളിൽ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് ചക്രവാളം വരെ കാണാവുന്ന പോലത്തിൽ നല്ല ഭംഗിയായിട്ടാണ് ഇത് കാണുന്നത്. ഇതുപോലൊരു കാഴ്ച വളരെ റെയറാണ്, വളരെ റെയർ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കാഴ്ചയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്.
150 മീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത്. ഈ സൈഡ് മുതൽ ആ സൈഡ് വരെ 150 മീറ്റർ നീളത്തിനാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ആ ഭാഗത്തുകൂടെ ഈ ഭാഗത്തുകൂടെയും, അതായത് 2 വശങ്ങളിലൂടെ ഈ പാലത്തിലേക്ക് പ്രവേശിക്കാം. അത് നമ്മുടെ സൗകര്യാർത്ഥം കയറാവുന്നതാണ്. അവിടെ നിന്ന് പാലത്തിൽ നിന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, കാഴ്ചകളെല്ലാം ഭംഗിയോടെ എല്ലാം ആസ്വദിക്കാം. നല്ല ഒരു തണുത്ത കാറ്റുണ്ട്. വെയിലുണ്ടെങ്കിലും ചൂടൊട്ടും തന്നെ അനുഭവിക്കാത്ത രീതിയിലുള്ള നല്ല സുഖകരമായൊരു കാലാവസ്ഥയാണ്. തെളിഞ്ഞ ദിവസം ആയതുകൊണ്ട് തന്നെ കാഴ്ചകൾ നന്നായിട്ട് കാണാം. സാധാരണ ചില സമയത്ത് ഇവിടെ നല്ല പോലെ പുകമഞ്ഞ് കയറി കാഴ്ചകളൊക്കെ മറയുന്നതാണ്. ഇന്നത്തെ ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. നല്ലപോലെ തെളിഞ്ഞ് കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഡനാങ് നഗരവും ഇതിന് താഴ്വാര പ്രദേശങ്ങളും അങ്ങ് ദൂരെയുള്ള ഡനാങ് നഗരവും കിഴക്കുള്ള കടൽ വരെ നല്ല ഭംഗിയായിട്ട് കാണാം. ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് തിരിയാം. ഈ പോകുന്ന വഴിയെല്ലാം നിറയെ പൂക്കൾ ഇങ്ങനെ ഭംഗിയായിട്ട് നിരനിരയായി നിർത്തി, അത് തന്നെ ഭയങ്കര കണ്ടാലും മതിയാവില്ല. പിന്നീടുള്ള ഇതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെ കാല്, കൈ, തല ഇതെല്ലാം വെവ്വേറെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നല്ലപോലെ കല്ല് ഇങ്ങനെ പതിച്ച മുറ്റവും നല്ല ഭംഗിയായിട്ട് സൈഡിൽ ചെടികളൊക്കെ നട്ട് വെച്ച് ഇനി അടുത്തടുത്തേക്കാണ് ഈ യാത്ര. ലിങ് ഉങ് പഗോഡയും ഫ്ലവർ ഗാർഡനുമാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ ചെറിയൊരു പഴയ കെട്ടിടങ്ങളുടെ ഒക്കെ ഉള്ളൊരു ഭാഗമുണ്ട്. അവിടെ നല്ല തണുപ്പാണ്, നമുക്ക് നല്ല കുളിർമ തോന്നും, നല്ല ശാന്തത തോന്നും. ഇത്രയും റഷായിട്ടുള്ള ഒരു ഏരിയയിലും ശാന്തത ഫീൽ ചെയ്യുന്നത് വളരെ അതിശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരുപാട് ഇങ്ങനെ കല്ലുകൾ കൊണ്ട് വെച്ചാൽ അങ്ങനെ എന്താ പറയുക, പഗോഡ പോലെ, പഗോഡയെന്നല്ല ഇതിന് പറയുക, ഇതിന് നമ്മളിങ്ങനെ കൈവരികൾ എന്താ ഇതിന് പറയുക, ഗോപുരം പോലെ നല്ല ഭംഗിയുണ്ട് സംഭവം കാണാനായിട്ട്. ചില്ലുകൾ വെള്ളിൽ പതിച്ചിരിക്കുന്നു. ചെറിയ മഴയൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് മഴ കേൾക്കാതെ നടക്കാം. ഇപ്പം മഴയൊന്നുമില്ല, വെയിലും ഇല്ല, മഴയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. ചൂടില്ല, നല്ല സുഖകരമായ കാലാവസ്ഥ. ഈ തണുത്ത കാറ്റും കൊണ്ട് ചെറിയൊരു മ്യൂസിക് ഇവിടെ ഉണ്ട്, അതും കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല സുഖമുണ്ട്. നമ്മൾ പഗോഡയുള്ള ഭാഗത്തേക്കും ഫ്ലവർ ഗാർഡനിലേക്കുമാണ് പോകേണ്ടത്. എങ്ങോട്ട് തിരിച്ചാലും നമുക്ക് നല്ല വ്യൂസ് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താലും എടുത്തെടുത്ത് നമുക്ക് മതിയാവില്ല. അത് നമ്മൾ പോകുന്നതിൻ്റെ മുകളിൽ കൂടെ കേബിൾ കാറുകൾ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. ഇനി ഈ കേബിൾ കാർ കയറി വേണം നമുക്ക് ആ അങ്ങ് ദൂരെ കാണുന്ന ഫ്രഞ്ച് വില്ലേജിലേക്ക് പോകാൻ. ഇവിടെ എല്ലാം കറക്കം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടാണ് പോകുന്നത്. പോണ വഴിക്ക് ഇവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ്, കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഉണ്ട്. പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്ത് സമ്മർ ഡ്രിങ്ക് പോലെ ദാഹം തോന്നുന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. തണുത്ത ഐസ്ക്രീംസ്, കോൾഡ് കോഫി, ഹോട്ട് കോഫി, അതുകൂടാതെ ബർഗർ, അങ്ങനെ നമുക്കിഷ്ടമുള്ള എന്തും വാങ്ങി കഴിക്കാം. നല്ലപോലെ റോളർ ഐസ്ക്രീം ഉണ്ട് ഇവിടെ. ചൂട് തോന്നുന്നെങ്കിൽ ഐസ്ക്രീം കഴിക്കാം, ദാഹം തോന്നുന്നെങ്കിൽ കരിക്കും വെള്ളം കുടിക്കാം. ഒന്നിനൊരു കുറവില്ല ഇവിടെ നിന്ന്. നിറയെ പൂക്കൾ വെച്ചിങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും ഭംഗി. ആ കാണുന്നതാണ് ഫ്രഞ്ച് വില്ലേജ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അങ്ങോട്ടാണ്. ഇതിലും കുറച്ചുകൂടി ഉയരത്തിലാണത്, ഒരു കുന്നു മുകളിലാണ്. അതിൻ്റെ ഇന്ന് കാണാൻ പോണ പോലും എന്തിനാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇനി ഫ്ലവർ ഗാർഡൻ കാണാനാണ് പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചരിവിലോട്ട് ഇറങ്ങുന്നിടത്താണ് ഫ്ലവർ ഗാർഡൻ. ഈ കാണുന്നതാണ് ആ ഫ്ലവർ ഗാർഡനിലേക്കുള്ള കവാടം. ലെ ജർഡിൻ ഡാമർ എന്നാണ് ഈ ഫ്ലവർ ഗാർഡന് പേര് നൽകിയിരിക്കുന്നത്. അറിയാമല്ലോ, ഫ്രഞ്ചുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച സ്ഥലങ്ങളാണ് ഇവിടെയുള്ളതെല്ലാം. ഫ്രഞ്ച് കാലഘട്ടത്തിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കുന്നും മുകളിൽ നിന്ന് ഗാർഡൻസും റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും എല്ലാം ഇവിടെ നിർമ്മിക്കാനുണ്ടായത് 17-ാം നൂറ്റാണ്ടിലാണ്, 20-ാം നൂറ്റാണ്ടിന് മുമ്പിലാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അന്ന് കൊടുത്തിരിക്കുന്ന പേരായിരിക്കണം ഇപ്പോഴും അതിൽ നിലനിന്നിരിക്കുന്നത്. ആ ഫ്ലവർ ഗാർഡനിലേക്കുള്ള വഴിയാണിത്.
സ്വല്പം ചരിഞ്ഞ വഴിയാണ്, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് കല്ലിട്ടിരിക്കുന്നതുകൊണ്ട് ഗ്രിപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കി. ഓ, പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ നിന്ന് പോകാൻ ഒരിക്കലും കൂട്ടാക്കത്തില്ല. എത്ര മണിക്കൂർ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ എത്ര മണിക്കൂർ ഇവിടെ സമയം ചെലവഴിച്ചാലും അവർക്ക് മതിയാവത്തില്ല. അത്രയ്ക്ക് ഭംഗിയോടാണ് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്തോരം തരം പൂക്കളാണെന്നറിയാമോ? പല കളറിലുള്ള പൂക്കൾ ഇങ്ങനെ സമന്വയിപ്പിച്ചിരിക്കുകയാണ്. ഏതോ ഒരു എന്താ പറയുക, ഒരു സ്വർഗഭൂമിയിലെത്തിയ പോലെയാണ്. ലേ ജെർഡിൻ ഡിമാനർ എന്ന് ഇവിടെ വലിയ അക്ഷരത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നവരുണ്ട്. ഇപ്പുറത്തെ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത സൺബേർഡിൻ്റെ പേരുള്ള ഒരു ലോഗോ ഉള്ളൊരു ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് 2 അണ്ണാറക്കണ്ണന്മാരെന്നെല്ലാം ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു പൂക്കൾ കൊണ്ട്. അതിൻ്റെയൊക്കെ മുമ്പ് നിന്നും സൈഡിൽ നിന്നും ഒക്കെ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നമുക്ക് അപാര ലുക്കാണ്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ നിന്ന് പോകത്തില്ല അത്രയ്ക്ക്. അതല്ല, പൂക്കളും ഗാർഡൻസൊന്നും വലിയ ഇഷ്ടമില്ലാത്തവരും ഇവിടെ വന്ന് കഴിയുമ്പോൾ നല്ല സ്വച്ഛമായ അന്തരീക്ഷവും ഈ ഭംഗിയും കാണുമ്പോൾ ഇവിടെ നിന്ന് പോകാനായിട്ട് തോന്നത്തില്ല. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ലായിരുന്നു. ഊഴം കാത്തു നിന്ന് ഫോട്ടോ എടുത്തു. ഇനി അടുത്തത് നമുക്ക് പഗോഡ കാണാൻ പോവാം. 1487 മീറ്റർ ഉയരത്തിലാണ് ഈ പഗോഡ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ബുദ്ധ സ്റ്റാച്യു ഉണ്ട്. ഈ പടികൾ കയറി പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഫോഗാണ് കേട്ടോ ഈ കാണുന്നത്, ഒറിജിനൽ ഫോഗല്ല. മേളിൽ കാണുന്നതാണ് പഗോഡ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1487 പടികളുണ്ടെന്ന്. അടുത്തത് നമ്മൾ കേബിൾ കാർ കയറി അതിന് ഉയരത്തിൽ ഫ്രഞ്ച് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് കേബിൾ കാർ ഇറങ്ങി കാണുന്ന സ്റ്റെപ്പ് കയറി വരുമ്പോൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ് തോന്നിയത്. ആദ്യം ഞാൻ വിചാരിച്ച ആർട്ടിഫിഷ്യൽ ഫോഗാണെന്ന്, പക്ഷെ അല്ല കേട്ടോ, ഇത് ഒറിജിനൽ ഫോഗാണ്. അതായത് നല്ല കോടമഞ്ഞെന്ന് പറയത്തില്ലേ, ഇത്രയും ഉയരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നല്ല കോടമഞ്ഞ് മൂടാൻ തുടങ്ങി ഇവിടെ. അവിടെ കണ്ട പോലെ ആർട്ടിഫിഷ്യൽ ഫോഗാന്ന് കരുതിയ ഞാൻ കയറിയത്. പക്ഷെ നോക്കിയപ്പോൾ ഭംഗിയുള്ള കെട്ടിടങ്ങളും അതിങ്ങനെ കോടമഞ്ഞിൽ മൂടി പഴയ ഒരു അറ്റ്മോസ്ഫിയർ. ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഫ്രഞ്ച് കാലഘട്ടത്തിലേക്ക് വന്ന കണക്ക എനിക്ക് തോന്നുന്നു, പഴയ ഫ്രഞ്ച് കാലഘട്ടത്തിൽ വന്ന കണക്ക് തോന്നുന്നു. ഈ ഫ്രഞ്ച് വില്ലേജ് എന്ന് തന്നെയാണല്ലോ ഇതിൻ്റെ പേര്. പഴയ രീതിയിലുള്ള കെട്ടിടങ്ങൾ അത് അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. കേബിൾ കാർ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് അത്ര പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയൊന്നും തോന്നിയില്ല. പക്ഷേ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നപ്പോൾ ഞാൻ ഏതോ അത്ഭുത ലോകത്തെത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഈ കാഴ്ചകൾ കാണുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഈ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് ചുറ്റും ഇത് നോക്കിക്കോ. ഞാനാകെ വണ്ടറടിച്ചിരിക്കുമായിരുന്നു ഇവിടെ വന്നിട്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും കോടമഞ്ഞും പഴയ ഫ്രഞ്ച് രീതിയിലുള്ള കെട്ടിടങ്ങളും ഇതുവരെ കണ്ട കാഴ്ചകളെ അല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ. പഴയ കാസ്റ്റിൽസ് കോട്ടകളുണ്ടോ കണ്ട കോട്ടവാത ഇതുപോലുള്ള കെട്ടിടങ്ങളാണ് ചുറ്റും കാണുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, അങ്ങോട്ട് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ പഴയ മോഡൽ കാറുകൾ, പണ്ട് ഉപയോഗിച്ചിരുന്ന കാറുകൾ റീപെയിൻ്റൊക്കെ ചെയ്ത് മുമ്പിലിട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. പഴയ കാറ്, വിൻറ്റേജ് കാറ് കളക്ഷനൊക്കെ ഉള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും. എനിക്ക് അത്ര കളക്ഷനോട് ഭ്രമവും കാറിനോട് ഭ്രമമൊന്നും ഇല്ലെങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ എടുക്കാതെ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. പഴയ ആമക്കാറെന്നൊക്കെ പറയത്തില്ലേ, പഴയ കാലഘട്ടത്തിലെ ഫ്രഞ്ച് കൊളോണിയൽ കാലഘട്ടത്തിലെ വണ്ടികൾ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുവാണ്. അടിപൊളി, റീപെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട്.
പിന്നെ ലഞ്ച് ബഫറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ചുറ്റുവട്ടം കാണുന്ന മിക്കതും റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. നമ്മൾ ആ കാണുന്ന കെട്ടിടത്തിലാണ് ഭാരത റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എല്ലാം ഉണ്ട്. വെജിറ്റേറിയൻ പ്രത്യേകമായി ജെയിൻ ഫുഡായിട്ടുണ്ട്. നമ്മുടെ ജീര റൈസ്, ലെമൺ റൈസ്, ചന മസാല, കിച്ചടി, അതുപോലുള്ള ഇന്ത്യൻ ഫുഡുകൾ ഇഷ്ടം മാതിരിയുണ്ട്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ പറ്റുന്ന രീതിയിലാണ് അതുള്ളത്. അപ്പോൾ ഇഷ്ടാനുസരണം നമുക്ക് അവിടെ പോയി ലഞ്ച് കഴിക്കാം. ഇപ്പോൾ രാവിലെ ഇത് കയറി ഹിൽസും നമ്മുടെ ബ്രിഡ്ജൊക്കെ കയറി ഫ്രഞ്ച് വില്ലേജിൽ എപ്പോഴേക്കും നമുക്ക് നല്ല പോലെ വിശക്കും. അപ്പോഴേക്കും അവിടെ ഒരു 11:30 മുതൽ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് പോയി ആ ടിക്കറ്റ് അവിടെ കാണിച്ചാൽ ഇപ്പോൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക. ഏത് റെസ്റ്റോറൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നോ ആ റെസ്റ്റോറൻറ്റിൽ ടിക്കറ്റ് എടുക്കുമ്പോഴേ പറയണം ഏത് റെസ്റ്റോറൻറ്റാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന്. ആ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി അത് ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് കഴിക്കാം. അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാം. ഇത് ഈ കാണുന്ന ഒരു തായ് റെസ്റ്റോറൻറ്റാണ്. തായ് സ്റ്റൈൽ ഫുഡ് അവിടെ കിട്ടും. അതുപോലെ വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വിയറ്റ്നാമീസ് ഫുഡ് കിട്ടുന്നത്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഒന്നേ കണ്ടുള്ളൂ. അതുതന്നെ നല്ല തിരക്കുണ്ട്. ഇന്ത്യൻസ് എല്ലാം അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ വിയറ്റ്നാമീസ് ഡെസേർട്ടുകളുണ്ട്, ഇന്ത്യൻ ഡെസേർട്ടുകളുണ്ട്, നമ്മുടെ പായസം അടക്കമുള്ള എല്ലാ ഡെസേർട്ടുകളും ഉണ്ട്. എല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇത് വന്നാൽ ഒരു കാരണവശാലും നമുക്കൊരു നഷ്ടബോധം തോന്നില്ല. ഇത് വരാതിരുന്നാലേ നഷ്ടബോധം തോന്നുള്ളൂ. ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു വികാരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പീസ്ഫുള്ളാണ് ഈ സ്ഥലം. ഇത്ര എൻജോയബിളായിട്ടും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് രസമാണെന്നറിയോ ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറും കാഴ്ചകളും ഒക്കെ കാണുന്നത്. ഈ പഴയ കെട്ടിടങ്ങൾ അതേപോലെ തന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ്. ഫ്രഞ്ച് പട്ടാളക്കാരുടെയൊക്കെ പോലത്തെ ഒരുപാട് പ്രതിമകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇവിടെയും ഉണ്ട് സൺവേൾഡിൻ്റെ ഒരു വലിയ ലോഗോ. അവരാണല്ലോ ഇത് പണ്ട് കാലത്ത് ഫ്രഞ്ചുകാർ 17-ാം നൂറ്റാണ്ടിലേക്ക് ഇവിടെ അവരുടെ അധികാരമുള്ള സമയത്ത് വിയറ്റ്നാമിലെ മറ്റിടങ്ങളിലെ ചൂടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബനാ ഹിൽസിൻ്റെ മുകളിൽ പല പല കെട്ടിടങ്ങൾ കെട്ടി പല ഉദ്ദേശങ്ങൾക്കായിട്ട്, ഹോട്ടൽസിനായും റെസ്റ്റോറൻറ്റിനായും സത്രം ഇന്നുപോലെ വന്ന് താമസിക്കാനും എൻജോയ് ചെയ്യാനും അവരുടെ അവധിക്കാലം ആഘോഷിക്കാനും വേനൽക്കാലത്ത് തണുപ്പിലൂടെ ഈ കോടമഞ്ഞിൻ്റെ ഇടയ്ക്ക് താമസിക്കാനും വേണ്ടി കെട്ടിയ കെട്ടിടങ്ങൾ. കുറേ നാൾ കഴിഞ്ഞ് അവർ തിരിച്ചു പോയപ്പോൾ ഇതൊക്കെ ജീർണാവസ്ഥയിലായി കിടക്കുമായിരുന്നു. പിന്നീട് ഇപ്പോൾ സൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരുടെ ഈ സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്ത് ഇതും പിന്നെയും രണ്ടാമത് ഡെവലപ്പ് ചെയ്ത് ഉള്ളതെല്ലാം നല്ലപോലെ പരിഷ്കരിച്ച് കേടുപാടുകളൊക്കെ നീക്കി അതേ രൂപത്തിൽ നിലനിർത്തിയിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതോ ഒരു വിദേശ രാജ്യം വിയറ്റ്നാമിൽ നിൽക്കുന്നതാണെന്ന് തോന്നത്തേ ഇല്ല. വേറൊരു ഫ്രഞ്ച് രാജ്യത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കുണ്ടാവുക. കെട്ടിടം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രഞ്ച് മെഡീവിയൽ പീരീഡിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ചുറ്റും കാണുന്നത്. അതിമനോഹരമായിട്ട് ഒരുപാട് കളറിലുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് എനിക്കാണെങ്കിൽ കൊതിയാവുന്നു ഈ ചെടികളൊക്കെ കണ്ടിട്ട്. തണുപ്പുള്ളത് കൊണ്ടായിരിക്കാം നല്ലപോലെ ചെടികളെല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന ചൈനീസ് ബ്ലോസം അതൊക്കെ തന്നെ, പക്ഷേ അത് ഒരുപാട് വെറൈറ്റി കളറുകൾ ഇവിടെ ജനൽപ്പടികളിലും സൈഡിലും ഒക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. ആ നേരെ മുമ്പിൽ കാണുന്നത് ലൈബ്രറി കെട്ടിടമാണ്. ഇവിടെ ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. പക്ഷേ കൂടുതലും ഫ്രഞ്ച് ഭാഷയിലും വിയറ്റ്നാമീസ് ഭാഷയിലും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പോയി ചുമ്മാ ചുറ്റി തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എനിക്കൊന്നും മനസ്സിലാവുന്ന ഭാഷകളൊന്നും കണ്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് നമ്മൾക്ക് അസിസ്റ്റൻസിന് ഒരുപാട് പേരുണ്ട്. ഈ റെഡ് ഇതായിട്ട് നിൽക്കുന്ന സൺ ഗ്രൂപ്പിൻ്റെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നവരോട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അസിസ്റ്റൻസ് ചോദിക്കാം. അതായത് നമ്മൾ വരുമ്പോഴേ തന്നെ നമുക്കൊരു വലിയ മാപ്പ് അവർ തരും. ഓരോന്ന് അടയാളപ്പെടുത്തി പേരൊക്കെ അടയാളപ്പെടുത്തി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അതിൽ പോകുന്നത് അതുപോലുള്ള സൺ ഗ്രൂപ്പിൻ്റെ സ്റ്റാഫാണ്. അവരോട് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും വഴി തെറ്റിയാലോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ മനസ്സിലാവാതുണ്ടെങ്കിലോ കൃത്യമായിട്ട് പറയും. ഇത് കാണുന്നത് ഒരു ചർച്ചാണ്.
അത് ഫ്രഞ്ച് കൊളോണിയൽ കാലത്ത് കെട്ടിയ ചർച്ച്. ഇതെല്ലാം യൂറോപ്യൻ വാസ്തുശൈലിയും ഫ്രഞ്ച് വാസ്തുശൈലിയും ഇടകലർന്ന രീതിയിലാണ്. യൂറോപ്യൻ വാസ്തുശൈലിയിലാണ് സൺ ഗ്രൂപ്പ് ഇത് റീഡെവലപ്പ് ചെയ്തത്. അതിനു മുമ്പ് ഫ്രഞ്ച് ആർക്കിടെക്റ്റിൽ കെട്ടിയ കെട്ടിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇതിൻ്റെ അൾത്താര ഇതൊക്കെ കാണുമ്പോഴേ ഒരു പഴയ കൊളോണിയൽ സ്റ്റൈലിലാണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. അതിമനോഹരമായിട്ട് ഇപ്പോഴും അത് സംരക്ഷിക്കുന്നുണ്ട്. നല്ല തണുപ്പാണ് ഇതിനകത്ത്. അൾത്താരയും ഒക്കെ ഉണ്ട്. ഒരു വശത്തൂടെ കയറി അടുത്ത വശത്തൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആയിരത്തി 1901 മുതൽ 1937 വരെയാണ് ഈ ഫ്രഞ്ചുകാർ ഇവിടെ ഈ കെട്ടിട സമുച്ചയങ്ങൾ മൊത്തം ഉണ്ടാക്കിയത്. അതായത് പലതരത്തിൽ അവർ ചെയ്തതെല്ലാം എന്ന് പറഞ്ഞാൽ അവർ ഈ ചൂടിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വൈൻ ബ്രൂ ചെയ്യുന്ന കെട്ടിടങ്ങളും അതിൻ്റെ നിലവറകളും ഒക്കെ ഉണ്ടാക്കി. അത് പിന്നീട് കുറച്ച് നാളുകൂടെ കഴിഞ്ഞപ്പോൾ റിസോർട്ടുകളും ഹോട്ടൽസുകളും താമസിക്കാനുള്ള ഉണ്ടാക്കി. ആ കെട്ടിടങ്ങളാണ് ഈ ചുറ്റും കാണുന്നതെല്ലാം. അന്ന് 17-ാം നൂറ്റാണ്ടിൽ കല്ലുകൊണ്ട് കെട്ടിപ്പടുത്ത കെട്ടിടങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. പിന്നീട് ഇപ്പോൾ ഇത് പഴയ റെസ്റ്റോറൻറ്റുകൾ, അതേപോലെ വേറെ റെസ്റ്റോറൻറ്റുകൾ, പുതിയ റെസ്റ്റോറൻറ്റുകളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പഴയ ആ കെട്ടിട സമുച്ചയം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ഗെയിമിംഗ് സോണാണ്. അതായത് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ കുട്ടികൾ വന്നാൽ അവരെ തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ടുവരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗെയിംസ് ഇവിടെ ഉണ്ട്. പലതരത്തിലുള്ള ഗെയിംസുകളുണ്ട്. പിന്നെ ഇത് പഴയ വിൻറ്റേജ് കാറുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ചുറ്റും കാണാറുണ്ട്. പഴയ കാറുകൾ ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ പൂക്കളുടെ ഭംഗി ആസ്വദിച്ചിട്ട് മതി വരുന്നില്ല. ഇപ്പം അതായത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗെയിമുകളാണ് ഇവിടെ ഉള്ളതെല്ലാം. റോളിംഗ് കോസ്റ്റർ അടക്കം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾക്ക് വരെയുള്ള പലതരം മുതിർന്നവർക്കും പറ്റിയ ഗെയിമിങ്ങൊക്കെ ഇവിടെയുണ്ട്. ഇതെല്ലാം ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രത്യേകിച്ച് പ്രൈസൊന്നും കഴിക്കുന്നുണ്ടായില്ല. ചില ഗെയിമുകൾ ടിക്കറ്റ് ഇൻക്ലൂഡഡ് അല്ല എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് മാത്രമേ എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ടി വരുള്ളൂ. ഇതിനിടയ്ക്കും ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇപ്പോഴേക്കും കോടമഞ്ഞ് വന്നങ്ങ് മൂടിയിരിക്കുകയാണ് ഇതിന് ചുറ്റും. ആ പഴയ കാസ്റ്റൽ പോലുള്ള കെട്ടിടങ്ങളും അതിന് മൂടിയ കോടമഞ്ഞൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന എന്ത് രസമാണ്. നല്ല തണുപ്പുമുണ്ട്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസം ആയതുകൊണ്ടാണ് ഈ തണുപ്പ്. ഇനി അങ്ങോട്ട് ഓഗസ്റ്റ് മാസം കഴിഞ്ഞാൽ ഡിസംബർ വരെ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഫെബ്രുവരി വരെയൊക്കെ നല്ല തണുപ്പായിരിക്കും. പിന്നീട് ആ സമയങ്ങളിൽ ഇവിടെ സന്ദർശിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു ജാക്കറ്റോ കുടയോ കരുതണം. അതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. ഈ സമയത്ത് ഇതാണ് തണുപ്പെന്നുണ്ടെങ്കിൽ അന്നെന്തോ ആയിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൂടാതെ ഗോൾഡൻ ബ്രിഡ്ജ് ഞങ്ങളിപ്പോൾ വന്ന സമയം വളരെ നല്ലതായിരുന്നു. കാരണം ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ കാലത്തെല്ലാം നല്ല തെളിമയുള്ള ആകാശത്തുള്ള ആ ഒരു സമയത്താണ് ആ സമയത്താണ് ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ പറ്റിയത് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. മേളിലേക്ക് വന്നപ്പോഴേക്കും കോടമഞ്ഞ് നിറഞ്ഞ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങ് വേറെ മാറി. ഇവിടെ വെയിലായിരുന്നെങ്കിൽ ഇത്ര സുഖം ഉണ്ടാവില്ലായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയറിൽ ഈ ഗെയിമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഗെയിം ചാലഞ്ചുകളുണ്ട്. പിന്നെ 3D തിയേറ്ററുകളുണ്ട്. പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വിൻറ്റേജ് കാറുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാം. പിന്നെ അത്യാവശ്യം ദാഹവും
ചെറിയ വിശപ്പോ ഉണ്ടെങ്കിൽ സ്നാക്സും ജ്യൂസ് സ്മൂത്തി ഒക്കെ കിട്ടുന്ന ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ ഇതിന് ചുറ്റുമായിട്ടുണ്ട്. ഇനി അതല്ല ഇത് ഗെയിം സോൺ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പടികൾ കയറി മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാം. തീർച്ചയായിട്ടും കുട്ടികളുമായിട്ട് വരുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ഇവിടെ ആയിരിക്കും. കാരണം കെട്ടിടങ്ങളൊന്നും കുട്ടികൾക്ക് അത്ര താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അവർക്ക് ഗെയിമൊക്കെ ആയിരിക്കുമല്ലോ താല്പര്യം. തീർച്ചയായും കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമിംഗ് സോണിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. കാരണം കുട്ടികൾക്ക് അല്ലെങ്കിൽ വല്ലാത്തൊരു നഷ്ടമായി പോകും ഇത്. ഈ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമ്മൾ വെറുതെ കളയുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിരിക്കും ഏറ്റവും നല്ലത്. അവരെ ഗെയിമിംഗ് സോണിൽ കിടന്ന് ആഹ്ലാദിച്ച് കളിക്കട്ടെ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ചെറിയ ഇതൊന്നുമല്ല, അന്യായമായിട്ടുള്ള ഫോട്ടോ പോയിന്റുകളായതുകൊണ്ട് തന്നെ ക്യാമറ എങ്ങോട്ട് തിരിച്ച് ക്ലിക്ക് ചെയ്താലും അടിപൊളി ഫോട്ടോസ് കിട്ടും. അത് ഉറപ്പാണ്. ഏത് ഭാഗത്തോട്ട് തിരിച്ച് ക്ലിക്ക് ചെയ്തോളൂ കൃത്യമായി നല്ല സീനറി കിട്ടിയിരിക്കും. അങ്ങനെ ഒരു ഉറപ്പുള്ളൊരു സ്ഥലമാണ്. ഒരു കാരണവശാലും വന്നാൽ നമുക്കൊരു നിമിഷം പോലും നമുക്കൊരു റിഗ്രറ്റ് തോന്നത്തില്ല. അത്രയ്ക്ക് അതിമനോഹരമായ അറ്റ്മോസ്ഫിയർ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല വന്നത്. ഇനിയിപ്പോൾ പ്രതിമകളുടേതായാലും കാറിൻ്റെ മുമ്പിലാണെങ്കിലും ഗെയിമിംഗ് സോണിലാണെങ്കിലും അപ്പുറത്ത് ആ കൊളോണിയൽ ടൈപ്പിലുള്ള കെട്ടിടങ്ങൾ മുമ്പിൽ നിന്ന് എടുത്താലും ഒക്കെ നല്ല അടിപൊളി. ഇപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അരിച്ചു പെറുക്കുമായിരുന്നു ഏതൊക്കെയാണ് സ്ഥലങ്ങളെന്ന്. ആ മാപ്പ് നിരത്തി വെച്ച് ഓരോ സ്ഥലങ്ങൾ പോയിൻ്റ് ചെയ്യുവാണ് ഞാൻ. കാരണം ഏതൊക്കെയാണെന്ന് മനസ്സിലായി ഒന്നും മിസ് ചെയ്യാതിരിക്കാനായിട്ട് പോയിൻ്റ് ചെയ്ത് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഫ്രീ ഫുഡ് ഉള്ളൊരു വൗച്ചർ താഴെ നിന്ന് തരും. അത് ഫുഡ് അല്ലെങ്കിൽ ബിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിയർ വേണ്ടാത്തവർക്ക് ഫുഡ് കിട്ടും, സ്നാക്സ് എന്തെങ്കിലും കിട്ടും. അപ്പോൾ അതും ഒന്നുകൊണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ. എന്നിട്ട് ലൊക്കേറ്റ് ചെയ്തതിന് മുന്നിൽ തന്നെയാണ് ഞാൻ ഇരുന്നിരുന്നത്. ഇവിടെ വന്ന് നമുക്ക് ഫ്രീ ആയിട്ടൊരു ഇത് താഴെ ടിക്കറ്റിനൊപ്പം തന്നെ നടക്കുന്ന വഴിയിൽ ലഭിക്കുന്നതാണ് ഒരു സ്ലിപ്പ്. അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്നാക്സ് ഫുഡ് എന്തെങ്കിലും കിട്ടും. അത് വേണ്ടാത്തവർക്ക് ബിയർ, അങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിവിടെ ഫുഡ് വാങ്ങി കഴിക്കാൻ വന്നതാണ്. അപ്പോൾ അതിന് ശേഷം അടുത്തയിടത്തേക്ക് പോകും. ഇവിടെ ഒരുപാട് ഷോസുകളും നടക്കുന്നുണ്ട്. ഇവരിൻ്റെ ഉള്ളിൽ ഷോ ഉണ്ട്, പുറത്തുമുണ്ട് ഷോ. അത് നമുക്കൊന്ന് ആസ്വദിക്കാം. Và bây giờ là thời gian để nghệ sĩ chụp hình cùng du khách. Xin mời. Ladies and gentlemen, boys and girls, thanks for watching the show. We would like to invite you to come and take a photo with the performers. Thank you and enjoy the rest of the Invented dance with drum എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് ഇവിടെ അരങ്ങേറിയെന്നാണ് അനൗൺസ് ചെയ്തത്. ഒരു ഫ്രഞ്ച് രീതിയിലുള്ള ഡാൻസ് നൃത്ത രൂപമാണിത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഊർജ്ജസ്വലമായിട്ട് കളിക്കുന്ന ഡാൻസ് അടിപൊളി. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഭാരത റെസ്റ്റോറൻ്റ് ഒരു ലോഗോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് അതിൻ്റെ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇങ്ങോട്ടായിരിക്കും ഇവിടെ ലോഗോ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കാം. ഈ ഭാഗത്തൂടെ പോകാതുള്ള ആ ഭാഗത്തേക്ക് പോവാണ്. ഈ കാസ്റ്റിലൊക്കെ കണ്ടിട്ട് എനിക്കിതിൽ ആലീസ് ഇൻ വണ്ടർലാൻഡോ എന്തോ പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. പഴയ ഏതോ ഒന്ന്
എത്തപ്പെട്ട പോലെ ഞാനിങ്ങനെ വണ്ടറടിച്ച് ചുറ്റും നോക്കി. എത്ര നോക്കിയിട്ട് എനിക്ക് മതിയാവുന്നില്ല. ഞാനിങ്ങനെ ചുറ്റും നോക്കിയാണ് നിൽക്കുന്നത്. എത്രയൊരു അത്ഭുത ദ്വീപിൽപ്പെട്ട കുട്ടിയെ പോലെ ഇങ്ങനെ ആ കാസ്റ്റലുകൾ നോക്കിയിട്ട് എനിക്ക് മതിയാവുന്നില്ല. ഞാൻ പിന്നെയും തിരിഞ്ഞ് നടക്കുക. എനിക്ക് വെളിയിലേക്കുള്ള വഴി ഏതാണെന്നറിയാം, പക്ഷേ അത് കണ്ടു തീരാൻ ഒന്നുകൂടി കറങ്ങിയിട്ട് വരാമെന്ന് കരുതി, ഒന്നുകൂടി ചുറ്റി കറങ്ങി കാണാമെന്ന് കരുതി പുറകോട്ട് പിന്നെയും പോവാണ്. ഇപ്പം ഈ വന്ന വഴിയെ തന്നെ ഇറങ്ങാമെന്ന് കരുതി. മറ്റേ വഴി ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് കാണുന്നില്ല. ഈ ഭാഗത്തൂടെയാണ് സ്റ്റെപ്പ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവാം. ഇപ്പോൾ റോപ്പ് വേയിലേക്ക് പോകുന്ന കേബിൾ കാറിൻ്റെ സ്റ്റേഷനിലേക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. അവിടെ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ കാറുകളിങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും. 10 മിനിറ്റ് ഇടവിട്ടാണ് അത് വരിക. അപ്പോൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതാണ്. ചുറ്റുപാടുള്ള കാട്, ആ മലപ്രദേശങ്ങളും മറ്റുള്ള ഹില്ലുകളും ഒക്കെ ഇവിടുന്ന് ദൂരെ നിന്ന് കാണാം. ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ വളരെ മനസ്സിന് ശാന്തത തോന്നുന്നതാണ്. പിന്നെ ആ താഴെ കാണുന്നത് റോളർ കോസ്റ്ററുകളുടെ സഞ്ചാരപഥങ്ങളാണ്. അതിങ്ങനെ ചുറ്റിനുമുണ്ട്. അതിന് പ്രത്യേകം നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അത് ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. അത് എക്സ്ട്രാ ചാർജ് ചെയ്യേണ്ടി വരും. അതിലൂടെയൊക്കെ ഈ മലനിരകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാവുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ ഡനാംഗിൽ വന്ന് ബനാ ഹിൽസിലേക്ക് വരുന്നതിന് ഒരു പ്ലാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. താഴേക്ക് ഇറങ്ങുമ്പോഴുള്ള വഴികൾ കാണുമ്പോൾ അറിയാം, മേളിലേക്കുള്ള റോഡുകളടക്കം കാണാം. ഇടയ്ക്ക് വേറെ കാസ്റ്റലുകൾ കാണാം. ഇപ്പം നമ്മൾ നേരത്തെ വന്ന ആ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളാണിതെല്ലാം. മൂടൽമഞ്ഞ് മൂടി ഒന്നും കാണാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഏതായാലും നമുക്ക് ഭാഗ്യമുണ്ട്, 2 കാഴ്ചകളും കാണാൻ പറ്റുമല്ലോ ഒരേ ദിവസം തന്നെ. ഇനിയിപ്പോൾ താഴേക്ക് പോകാം. ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റത്തില്ല. താഴേക്ക് റോപ്പ് വേ വഴി താഴെ ഇറങ്ങി വന്ന വഴി തന്നെ തിരിച്ച് ഡനാങ് സിറ്റിയിലേക്ക് പോവാണ്. വേണമെങ്കിൽ ഇവിടെ താമസിക്കാം കേട്ടോ. ഇവിടെ ഹോട്ടൽസൊക്കെ ഉണ്ട്. അത് അറേഞ്ച് ചെയ്ത് ഇഷ്ടം പോലെ വരിക.